ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഡേ 18 നമ്മളെ വർക്കൗട്ട് ഡേ 25 ആണ് വരുന്നത്. രാവിലെ നമുക്ക് പരിപാടി നേരെ പഞ്ചായത്ത് പോകണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പഞ്ചായത്ത് പോയിട്ട് നമ്മളെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതിന് വോട്ടർ ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യണം, അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഷോപ്പിലേക്ക് ഇപ്പോൾ പോകും, റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്ത് പോയിട്ട് ആ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വേണം വരാൻ. ഞാനുണ്ട്, എൻ്റെ വൈഫിന് ശരിയാക്കാനുണ്ട്, റെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഫ്രഷായിട്ട് പഞ്ചായത്ത് പോയാൽ കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ്. പത്തിരിയും കോഴിക്കറിയല്ല, കോഴിൻ്റെ എന്താ കുറുമയാണോ? വെറൈറ്റി കുറുമയാണ്. കഴിച്ചിട്ടാണ് കേട്ടോ. അത് നമുക്ക് നമ്മൾ പോരാം. അതേപോലെ നമ്മൾ പോയിട്ട് ബാക്കി കാര്യങ്ങളും നിൽക്കാൻ നൽകിയിട്ടു. പഞ്ചായത്തിന് മുമ്പ് കൂടെ ഇടയ്ക്കൊക്കെ പോലുണ്ടെങ്കിലും വേറെ ഒരു ആവശ്യത്തിനോട് പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അത് പോയാൽ തന്നെ അറിയുള്ളൂ. കാറിന് പോവാം. ഗേറ്റ് തുറക്കട്ടോ. നമ്മൾ മമ്പാടെത്തി. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തിക്കണ്ടോ. ബസ് നമുക്കിനി അക്ഷയയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വണ്ടി അവിടെ വണ്ടി ഓഫാക്കിയിട്ടില്ല കേട്ടോ. ഫയലെടുത്തില്ല. അതൊക്കെ ആണ് നമ്മുടെ മമ്പാട് പഞ്ചായത്ത് ഓഫീസിലോ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഇവിടെ മുകളിലാണ് വരുന്നത്. ഉള്ളിൽ കയറി ഇവിടെ ചോദിച്ചു കേട്ടോ. മുകളിലാണ് ഹിയറിംഗ് ഓഫീസ് വരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് കുറേ നേരം നിന്നിട്ട് അവസാനം ഒരുവിധം തീരുമാനമാക്കി. പഞ്ചായത്ത് ഓഫീസിലൊക്കെ ഒരു പരിപാടി കിട്ടാണെങ്കിൽ എല്ലാത്ത പണി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. എത്ര നേരം മതിയോ. അവസാനം എന്തായാലും ഒരു വാർഡ് ചേർത്തു. മേപ്പാടം വാർഡിൽ നമ്മളെ വോട്ട് ചേർത്തുകളാം. ഇനി വരുന്ന പോലെ വരട്ടെ. ബാക്കി നമുക്ക് നേരെ കടയിൽ പോട്ടെ. ഇപ്പോൾ കടയിലുണ്ട്. ടൈം 11:30 നമുക്ക് ഷോപ്പിൽ പോയിട്ട് ബാക്കി ഞാൻ അവിടെ കാണാം. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു ഒരു വിധത്തിൽ തീർന്നു. വീട്ടിലെത്തിയില്ല. ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ വണ്ടൂർക്ക് പോകണം. ബാക്കി പോരാൻ ടൈം ആയിട്ടുണ്ടാവും. ഫുഡ് കഴിക്കട്ടോ. നമ്മൾ ഷോപ്പിലെത്തിയിട്ടാവും. ഫുഡ് കഴിച്ചിട്ടില്ല, പാർസൽ കൊണ്ടുവന്നൊക്കെയാണ്. ഇപ്പൊക്ക് പെട്ടെന്ന് പോകണമെന്നാണ് വിളിച്ചതിനും. അപ്പോൾ നമുക്ക് ഫുഡ് ഇവിടുന്ന് കഴിക്കാം. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടി. അപ്പോൾ രാവിലെ പഞ്ചായത്തിൽ പോകാൻ വേണ്ടി കടയിലെ ആൾ വേണമല്ലോ. അപ്പോൾ ഇപ്പോൾ വന്ന് തുറന്നതിന് ഇപ്പോൾ നമ്മൾ പേപ്പർ കാര്യങ്ങൾ ഇപ്പോൾ പോയി. അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുവന്നാണ്. ഞാൻ ഫുഡ് കഴിക്കണം. ഡോക്ടറുണ്ട്, പിന്നെ ചൈത്ര ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പോയതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കട്ടെ. രാവിലത്തെ ഓർഡർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം വിളിച്ച് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മരുന്നുകളൊക്കെ വൈകുന്നേരം എത്തും. നമുക്ക് ഇവിടുത്തെ കാര്യം നോക്കാം കേട്ടോ. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചഭക്ഷണം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് കഴിക്കാം. അത് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കൽ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം. കുറച്ച് ചോറും പിന്നെ ഇന്നലെ സ്റ്റീം ചെയ്ത് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്താണ്, ഓയിലില്ലാതെ. അതിൻ്റെ കൂടെ രാവിലത്തെ ആ ഒരു ചിക്കൻ്റെ കുറുമക്കറിയാണ്. അപ്പോൾ കഴിച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോരാ കേട്ടോ. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് പള്ളി പോരാട്ടോ. നമുക്ക് നേരെ പള്ളിക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വരാം. ഫുഡ് നമ്മൾ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞതാണ്. അപ്പം ഇനി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുത്തെ കസ്റ്റമർ വിളിച്ചിരുന്നു. ഒരു മരുന്ന് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ കഴിപ്പ് പോയി നോക്കട്ടെ. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടോ. രാവിലെ ഓർഡർ എടുത്ത മരുന്ന് എത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോയി വരാം. പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് വരാം. റോഡ് വെച്ച് പോവാം. ഇവിടെ ഫോണും പിടിച്ച് വരാം. അയ്യാ പള്ളി പോരാട്ടോ. പള്ളി പോരാം. ഉച്ചക്കൊക്കെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ചെറിയ രീതിയിലുണ്ട്, പക്ഷേ നല്ല വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ്. പള്ളി കേട്ടോ. വൈകുന്നേരം ചെറിയ തിരക്കുണ്ട്.
നേരെ പോയത് കടയിൽ ആൾ വന്നിട്ടില്ല. ഒരു ചായ പറയാം. ചായ കുടിച്ചിട്ട് നമ്മൾ വിത്തൗട്ട് ചായ കടികൾ കാണിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക്സ്, ഫലാഫിൽ റോള്, കാടമുട്ട, സമൂസ, അങ്ങനെ ബോണ്ട, കട്ലറ്റ്, ബ്രെഡ് പൊരി, പൊക്കവട, പരിപ്പുവട, പത്തിരി, പഴംപൊരി, പോക്കർ ഷവർമ. ഒരു പത്തിരി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ആയി. അധികം എണ്ണമെല്ലാത്തൊരു പത്തിരി എടുക്കാം. എടുക്കാം. പക്ഷേ ഒരു പത്തിരി എടുക്കണം കേട്ടോ. അപ്പോൾ റെസ്ക്യൂ ചെയ്താണ് കേട്ടോ. നമുക്ക് CT സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാണ്ട്. കീസ് നോക്കി കഴിഞ്ഞാൽ അത് പോയി കൊണ്ടുവരാം. ഇങ്ങനെ പോയ കേട്ടോ. നമ്മുടെ മുമ്പത്ത് മയൂരി നല്ലത് പൊളിച്ച് പണിയുണ്ട്. അതുപോലത് പുതിയതാക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് രാവിലെ മുതൽ ഇതേ കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ചാറ്റലും നല്ലൊരു വെയിലില്ലാത്തൊരു കാലാവസ്ഥ. പോയക്കോട്ടെ. ഒരു 9:13, 13:16 ഒരു ബൂസ്റ്റും. നല്ല മിൽക്കി മേഡിൻ്റെ ഭാഗത്തുള്ളൂ കേട്ടോ. സാധനമൊക്കെ കിട്ടിയിട്ടോ. വേറെ കടയിൽ പോയോട്ടെ. ഇവിടെ ബ്ലോക്കായി തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മുമ്പത്തെ മയൂരിയാണത്. മൊത്തത്തിൽ പൊളിച്ച് പണിയാം. ഭയങ്കര സൗണ്ട് പൊടി മാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാം കേട്ടോ. ടൈമായി. പോയിട്ട് പോന്നോട്ടെ. പോര് എടുത്തോ. ഓല പരിപാടി തുടങ്ങിയാണ്. നമുക്ക് വേഗം പോയിട്ട് പോട്ടോ. ഫുഡ് എന്താ അറിയില്ല. ചിലപ്പോൾ പാർസൽ വേണ്ടി വരും. അടച്ചോ. കയറി എന്തായിരുന്നു ചെറുകൊണ്ട് എത്തിട്ടോ. ഇവിടുന്ന് റിസ്വാൻ്റെ കടയിൽ നിന്ന് നാളേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പായം, മുട്ടും, ബ്രെഡൊക്കെ പറഞ്ഞാണ്. അവിടെ ഫോണൊന്നുമില്ല. ഇല്ല റെഡിയല്ല. എത്രയാ കടക്ക് കൊണ്ടുപോകും. നേരെ വീട്ടിൽ കേട്ടോ. ഇവിടെ ചെന്നിട്ട് വേണം. വീട്ടിലെത്തിട്ടോ. സാധനങ്ങളെ കൊണ്ടിട്ട് പോര് ഈസെടുത്തോ. അപ്പോൾ വീട്ടിലെത്തിട്ടോ. രാത്രിക്ക് ഡിന്നറിന് ഷവായ ആത്താസ് നടുവത്താസാന്ന് ഷവായ വാങ്ങി പോകുന്നൊക്കെയാണ്. അപ്പോൾ ഇത് കഴിക്കട്ടോ. അപ്പോൾ ഇതാണ് രാത്രി ഭക്ഷണം കേട്ടോ. നല്ല ആത്താസിൻ്റെ ഷവായ കഴിച്ചിട്ട് വേണം. അപ്പോൾ ഗൈസ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ കിടന്നുറങ്ങാൻ നോക്കട്ടെ. നിസ്കരിച്ച് കിടന്നുറങ്ങട്ടെ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. അധികം കാര്യങ്ങളൊന്നുമില്ല. എന്നും കാണിക്കുന്നതായതുകൊണ്ട് ഷോപ്പിൽ പോവുക വരിക അതായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം ഫോൺ ചാർജ് ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് ഒരു മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം കാണാം. ബൈ. അസ്സലാമു അലൈക്കും.